ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നത് വഴി നമ്മുടെ ടാറ്റ മോട്ടോഴ്സിന് ഒരു ചുക്കും സംഭവിക്കില്ല. ഈ വരുന്ന ജൂലൈ 15 മുതൽ ഇന്ത്യൻ മണ്ണിൽ ടെസ്ല ഉണ്ടാവും. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് EVയുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി 110% 15%-ലേക്ക് കുറച്ചു. അങ്ങനെയാണെങ്കിൽ പോലും ടെസ്ലയുടെ ഒരു ഏറ്റവും കുറഞ്ഞ വേരിയന്റിന്റെ വില $40,000. അത് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം 35 ലക്ഷം രൂപ. അതിൻ്റെ മുകളിൽ 15% ഇമ്പോർട്ട് ഡ്യൂട്ടിയും കൂടെ ഏർപ്പെടുത്തി കഴിയുമ്പോഴത്തേനും ഏകദേശം 40 ലക്ഷത്തിൻ്റെ മുകളിൽ. നമ്മുടെ ടാറ്റയുടെ ആണെങ്കിലും മഹേന്ദ്രയുടെ ആണെങ്കിലും ഏറ്റവും ടോപ്പ് വേരിയൻസിന് പോലും 30 ലക്ഷം രൂപയാണ് ഏകദേശം പ്രൈസ് വരുന്നത്. ടെസ്ല 30 ലക്ഷം രൂപയ്ക്ക് ഇനി അവരുടെ കാറുകൾ ഇന്ത്യയിൽ വിൽക്കണം എന്നുണ്ടെങ്കിലും ഒരുപാട് ഫീച്ചേഴ്സ് എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ടെസ്ല ടാറ്റ മോട്ടോഴ്സിനോ മഹേന്ദ്രയ്ക്കോ ഒരു വെല്ലുവിളി ആയിരിക്കില്ല. ടെസ്ലയുടെ ഏറ്റവും വലിയ എതിരാളികൾ ഇന്ത്യൻ മണ്ണിൽ ബെൻസും BMW ഒക്കെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ടെസ്ല കടന്നു വരുന്നത് വഴി ഇന്ത്യയിലെ EV മാർക്കറ്റിൽ എന്ത് മാറ്റം വരാൻ പോകുന്നത്? കമന്റ് ബിലോ.